ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഹനഫിയാണെന്ന് പറയാൻ ഞാൻ ലജ്ജിക്കുന്നു എന്നാണ്. ഹനഫിയാണെന്ന് പറഞ്ഞാൽ അല്പം മദ്യം കുടിക്കാൻ എനിക്ക് അനുവാദമുണ്ട് എന്നായി പോകും. കാരണം വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഓടയിൽ വീഴൂല എങ്കിൽ ഒരല്പമൊക്കെ ഫിറ്റ് ചെയ്യാമെന്നാണ് ഹനഫി പക്ഷം. ഞാൻ ഷാഫിയാണെന്ന് എങ്ങനെ പറയും? ഞാൻ വളർത്തിയെടുത്ത എൻ്റെ ഭാര്യയുടെ മകളെ വിവാഹം കഴിക്കാമെന്ന് ഷാഫി പറയുന്നു. അതുകൊണ്ട് ഷാഫി എന്ന് പറയാൻ എനിക്കെങ്ങനെ സാധിക്കുമെന്നാണ്. അഥവാ നാം ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചപ്പോൾ അതിന് ആദ്യത്തെ കുടിയിൽ ഒരു കുട്ടിയുണ്ടെങ്കിൽ അതിനെ നാം ചെലവും കൊടുത്ത് വളർത്തിയെടുത്താൽ വലുതായി കഴിഞ്ഞാൽ നമുക്ക് തന്നെ അങ്ങ് വിവാഹം കഴിക്കാമെന്നാണ് ഷാഫിയുടെ ഒരു മസല. അത് ശിഷ്യന്മാരെ തിരുത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്നും ഉസ്താദന്മാരത് പഠിപ്പിക്കുകയാണ്. ഇമാം ഷാഫിയുടെ 150ഓളം അഭിപ്രായങ്ങൾ ഇമാം നവവി തന്നെ തിരുത്തിയിട്ടുണ്ട്. അതൊന്നും ഉസ്താദന്മാർ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. അങ്ങനെ ഈ അഭിപ്രായങ്ങൾ. അതുപോലെ മാലിക്കിയെ കുറിച്ച്, അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ച് അമ്പലി, മാലിക്കിയെ കുറിച്ച് പട്ടി മാംസം കഴിക്കാം എന്നുള്ള അഭിപ്രായങ്ങൾ, അതെല്ലാം പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളാണ്. ഇമാം ഷാഫി, ഹനഫി, അമ്പലി, മാലിക്കി ഈ പണ്ഡിതന്മാരെ കുറിച്ച് നമുക്കൊരു മോശമായ കാഴ്ചപ്പാട് ഇതുകൊണ്ടുണ്ടാകരുത്. കാരണം അവർക്ക് ഹദീസ് കിട്ടിയിട്ടില്ല. ഈ അടുത്ത കാലത്ത് പെരുമ്പാവൂരിൽ വന്നൊരു പണ്ഡിതൻ, കോഴിക്കോട്ടെ പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ വന്ന് പ്രസംഗിച്ചത് വഹാബികൾ പറയുന്നു തക്ലീദ് ചെയ്യരുത് എന്ന്. എന്നാൽ 10 ലക്ഷം ഹദീസ് കിട്ടിയിട്ടില്ല വഹാബി. ആ ഹദീസ് കിട്ടാത്തിടത്തോളം കാലം തക്ലീദ് ചെയ്യണമെന്നാണ്. എന്നാൽ ഈ വഹാബികൾക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, ഈ 10 ലക്ഷം ഹദീസ് കിട്ടിയിട്ട് 9 ലക്ഷത്തോളം വരുന്ന ഹദീസുകൾ, 9,40,000 ഹദീസുകൾ ഇമാം ബുഖാരി തന്നെ വലിച്ചെറിഞ്ഞ് കളഞ്ഞത് എന്തിനാ എന്ന് നമുക്ക് തിരിച്ചു ചോദിക്കാനുണ്ട്. അതൊക്കെ എത്രമാത്രം സത്യമാണ് എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇമാം ബുഖാരി തന്നെ ഹദീസുകൾ സ്വീകരിച്ചത് 6500ഓളാണ്. അതുപോലെ തന്നെ അദ്ദേഹം കുറെ തെളിവുകൾക്ക് വേണ്ടിയിട്ടുള്ള കുറെ ഹദീസുകളും സ്വീകരിച്ചിട്ടുണ്ട്, ഏതാണ്ട് 2000ഓളം. ബാക്കിയുള്ള ഹദീസുകൾ അദ്ദേഹം വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഈ ഹദീസുകളെയൊക്കെ മൗലവി പറയുന്നത് ഇതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല എന്നാണ്. എന്നാൽ ആ മൗലവി ബുദ്ധിയില്ലാത്തവനാണ്. ഇമാം ബുഖാരിക്ക് കിട്ടാത്ത ഇമാം ബുഖാരിക്ക് കിട്ടാത്തത് മുസ്ലിമിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ, മുസ്ലിമിന് കിട്ടാത്തത് ബുഖാരിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അബൂദാവൂദിന് കിട്ടാത്ത ഇബ്നു മാജക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇബ്നു മാജക്ക് കിട്ടാത്ത ഇമാം മാലിക്കിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പോക്കറ്റിൽ നിന്നുണ്ട്. അവർ ഏതോ വിദൂര ദിശകളിൽ, ഇമാം ഷാഫി കൂഫയിൽ, അൽ ബസ്രയിൽ, ഇമാം ഹനഫി കൂഫയിൽ, മാലിക്കി മക്കയിൽ, അതുപോലെ ഹംബലി മദീനയിൽ, ഇവർ 4 പേരും പരസ്പരം കണ്ടിട്ടില്ല, പരസ്പരം ബന്ധപ്പെട്ടിട്ടില്ല. അവർക്ക് കിട്ടിയിട്ടുള്ള ഹദീസുകൾ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടില്ല. എങ്കിൽ അവർക്ക് കിട്ടിയിട്ടുള്ള മുഴുവൻ ഹദീസും എന്റെ പോക്കറ്റിലുണ്ട്. ഈ ലോകത്ത് സഹീഹായിട്ടുള്ള ഹദീസുകൾ എത്രമാത്രമുണ്ടോ അതെല്ലാം എന്റെ കമ്പ്യൂട്ടറിന്റെ ചിപ്പിനകത്തുണ്ട്. എന്നിരിക്കെ ആ കാലഘട്ടത്തിനേക്കാളും ഹദീസുകൾ മനസ്സിലാക്കാൻ, ഖുർആൻ മനസ്സിലാക്കാൻ, ഇസ്ലാമിനെ മനസ്സിലാക്കാൻ ഇന്നല്ലേ മൗലവി, എന്നല്ലേ മുസ്ലിയാരെ ഏറ്റവും എളുപ്പം എന്ന് തിരിച്ചു ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നിരുന്നാൽ തന്നെയും എനിക്ക് ഈ മാർഗത്തിലേക്ക് വരാൻ, അങ്ങനെ കസബീൽ ഇർഷാദിൽ നിന്ന് പോന്നു. അവിടുത്തെ സൈഫുദ്ദീൻ അസ്റത്തിനോട് ഞാൻ ഈ കാര്യങ്ങൾ ചോദിക്കുകയും അദ്ദേഹത്തിന് ഒരു ഉറച്ച മറുപടി എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ വന്നു കഴിഞ്ഞ് ഞാനൊരു പള്ളിയിൽ ചാർജ് എടുത്തപ്പോൾ അവിടെ വെച്ച് പനി പിടിച്ച് ശക്തമായ പനിയുമായൊരു കുട്ടിയെ, അത് മൂന്നാർ എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ്, തണുപ്പേരിയാണ്, അതിൻ്റെ താഴെയാണ് ഈ പറയപ്പെടുന്ന സ്ഥലം. അവിടെ കുട്ടിയെ മന്ത്രിക്കുവാൻ കൊണ്ടുവന്നപ്പോൾ ഞാൻ ആ കുട്ടി തള്ളയോട് പറഞ്ഞു, അതിന് പനിയാണ്, ഡോക്ടറെ കാണിക്കൂ എന്ന്. അത് വൻ പരാതിയായി, വിദ്യാഴ്ച പ്രശ്നമായി. ഇദ്ദേഹം അത് ഞങ്ങളുടെ നാട്ടിൽ മുജാഹിദുകൾ എന്നറിയപ്പെട്ടിട്ടില്ല. ഈ സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് നടത്തപ്പെട്ടതോടുകൂടിയാണ് അവിടെയെല്ലാം ഈ പ്രസ്ഥാനത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച്, ഇത് സാധാരണക്കാരുടെ അഥവാ എല്ലാ ജനങ്ങളും ഇതിലുണ്ട്, കോഴിക്കോട്ട് മാത്രം ഒതുങ്ങുന്ന ഒരു സംഘടനയല്ല എന്ന് മനസ്സിലാക്കിയത് എറണാകുളം സമ്മേളനത്തോടനുബന്ധിച്ചാണ്. അങ്ങനെ എനിക്കെതിരെ വൻ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും ആ കാലഘട്ടത്തിൽ അവിടെയെല്ലാം വിതരണം ചെയ്യുന്നതൊക്കെ ഇവിടെ കോഴിക്കോട്ടെ പ്രവാചകരുടെ പുസ്തകങ്ങളാണ്. അതിൻ്റെ മുറിയിൽ ധാരാളം ഉണ്ടായിരുന്നു. വൻ പ്രശ്നങ്ങളുണ്ടായി, എനിക്ക് അവിടെ നിന്ന് പോരേണ്ടി വന്നു. അങ്ങനെ ധാരാളം പ്രശ്നങ്ങളുണ്ടായി. ഞാൻ അവസാനം ഞാൻ ഒരു പനി വന്ന കുട്ടിയോട് ആശുപത്രിയിൽ പോകാൻ പറഞ്ഞതിന് എന്നെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ആളായി ചിത്രീകരിച്ചപ്പോൾ എന്താണ് ആ പ്രസ്ഥാനം പറയുന്നത് എന്ന് പഠിക്കാൻ വേണ്ടി ഞാൻ പഠിച്ചത് അവരുടെ പുസ്തകങ്ങളാണ്, അതല്ലാതെ മുജാഹിദിൻ്റെ പുസ്തകങ്ങളല്ല. എന്നിട്ട് ഞാൻ പഠിച്ചു, കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ എറണാകുളത്ത് ഒരു പരിപാടി, ഒരു പള്ളിയിൽ ജോലിയേറ്റു. എൻ്റെ ബന്ധുവാണ് സൽമാൻ അൽ ഫാരിസി. അദ്ദേഹം അവിടെ അടുത്ത് ഒരിക്കൽ പ്രസംഗിക്കാൻ വന്നപ്പോൾ ഈ സമക്ഷരിയുടെ ഈ ബെയ്ത്ത് അദ്ദേഹം പാടി പ്രസംഗിച്ചപ്പോൾ കുറേ മുത്തഅല്ലിമീങ്ങളും ആളുകളും ആ സ്റ്റേജ് കയ്യേറുകയും എൻ്റെ അമ്മായിയുടെ
മകളെ വിവാഹം കഴിച്ചിരിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹത്തെ ആക്രമിക്കുമോ എന്നൊക്കെ എനിക്ക് ഭയപ്പെടുകയുണ്ടായി. പക്ഷേ ഞാനാ നിന്ന പള്ളിയിലുള്ള അവസ്ഥ എന്താണെന്നറിയുമോ? മൗലൂദ് കഴിക്കൽ എന്താണ്? അത് ഷിർക്കാണ്. റത്തീബ് കഴിക്കൽ എന്താണ്? ബിദ്അത്താണ്. കുനൂത്തോതൽ ബിദ്അത്താണ് എന്ന് പറയപ്പെടുന്ന ആ പള്ളിയുടെ ആളുകൾ തന്നെ അവിടെ സുബഹിക്ക് വരാൻ മഴയായി കഴിഞ്ഞാൽ അവർ അപ്പുറത്തെ പള്ളിയിൽ പോയി കുനൂത്തോതുന്ന ഒരവസ്ഥ. അതുപോലെ റബീഉൽ അവ്വലിന് പിരിവ് കൊടുക്കുകയും ആ പിരിവിന്റെ പേരിൽ അവർക്ക് ചോറ് കൊണ്ടുവന്ന് കൊടുത്താൽ തിന്നപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഇതിലും ഭേദം കാശ് കിട്ടുന്ന പരിപാടി അപ്പുറത്ത് തന്നെയാണല്ലോ, അങ്ങോട്ട് പോവുകയല്ലേ കാര്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ വിട്ടു. എന്നിട്ട് ഞാൻ വീണ്ടും ഫത്താമയിൽ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ജോലി നോക്കുമ്പോൾ അവിടെ ബറാഅത്ത് രാവ് കടന്നു വരികയാണ്. ബറാഅത്ത് രാവ് ഇമാം നബി പറഞ്ഞിട്ടുള്ളത്, അതുപോലെ ഇമാം ഷാഫി പറഞ്ഞിട്ടുള്ളത്, പണ്ഡിതന്മാരായ പണ്ഡിതന്മാർ മുഴുവൻ ബറാഅത്ത് ബിദ്അത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനത് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ അവിടെ നിന്ന് ഒഴിവാക്കപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ എൻ്റെ അമ്മാവൻ, വിവാഹം കഴിഞ്ഞ് ഭാര്യയുടെ അമ്മാവനാണ്, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇനിയും നിനക്ക് ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് മനസ്സിലാകാനായിട്ടാണ്. ഞാൻ വിചാരിച്ചിരുന്നത് പ്രവാചകനോട് സ്നേഹമില്ലാത്ത, സലാത്ത് ചെല്ലാത്ത, ഒതു തന്നെ കൃത്യമായി എടുക്കാത്ത കുറെ കൂട്ടങ്ങളാണ് എന്ന് മനസ്സിലാക്കിയിരുന്ന എന്നെ അദ്ദേഹം തിരുത്തുകയാണ്. നീ ഈ പ്രസ്ഥാനത്തെക്കുറിച്ചൊന്ന് പഠിക്ക് എന്നോട് പറയുകയും ഞാൻ അതിൽ നിന്ന് പ്രസ്ഥാനത്തെ പഠിക്കാൻ വേണ്ടിയിട്ട്, ഇതിലേക്കാകാൻ വേണ്ടിയല്ല. അങ്ങനെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സുലൈമാൻ മാഷ്, അദ്ദേഹം എൻ്റെ അമ്മാവൻ്റെ സ്നേഹിതനാണ്. അങ്ങനെ സുഹൈർ മൗലവി പരിയാരത്ത് ഒരു സ്ഥാപനം ഉണ്ടാക്കുകയുണ്ടായി, സ്കോട്ട് എന്ന് പറയപ്പെടുന്ന. അവിടെ എന്നെ പറഞ്ഞയക്കുകയും ഞാനൊരു 8 മാസത്തോളം എൻ്റെ കുട്ടികളെയും ഭാര്യയൊക്കെ വീട്ടിലിട്ട് ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിച്ച് ഈ സത്യം മനസ്സിലാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ സത്യത്തിലേക്ക് എന്നെ വഴി കാണിച്ചു തന്ന എൻ്റെ ഉസ്താദാണ്. ആ ഉസ്താദ് ഇപ്പോഴുള്ള അവസ്ഥ എന്താണെന്നറിയുമോ? അദ്ദേഹം പള്ളിയിലെ ഖത്തീബ് സ്ഥാനം ഉപേക്ഷിച്ചു. കാരണം എന്താണ്? ഖത്തീബായി കഴിഞ്ഞാൽ മൗലൂദ് കഴിക്കാൻ പോകേണ്ടി വരും, റാത്തീബ് കഴിക്കാൻ പോകേണ്ടി വരും. അത് പറ്റൂല എന്നങ്ങും പറഞ്ഞാൽ പിറ്റേ ആഴ്ച അവിടെ ജോലി കിട്ടൂല. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ തെറ്റാണ് എന്ന് മനസ്സിലാക്കിയ പ്രവൃത്തി ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹം ഒരു അറബിക് കോളേജിൽ പ്രൊഫസറായി ഇപ്പോൾ സേവനമനുഷ്ഠിച്ചു വരികയാണ്. അപ്പോൾ എനിക്ക് ആ ഉസ്താദിനോടും ഒരുപാട് കടപ്പാടുണ്ട്, അതുപോലെ തന്നെ പലരോടും ഈ സത്യം മനസ്സിലാക്കി തന്നതിന്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഞങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും മുജാഹിദുകളായതുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ പള്ളികളിൽ ഏതെങ്കിലും മുജാഹിദ് പ്രവർത്തകർ അറിയാതെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്ന ശബാബോ അല്ലെങ്കിൽ അൽമനാറോ ഒക്കെ കൊണ്ട്, അതല്ലെങ്കിൽ അതുപോലെയുള്ള പുസ്തകങ്ങൾ കൊണ്ട്, ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ചെല്ലുന്ന വീട്ടുകൾ, ആ വീടുകളിൽ ആരെങ്കിലും ഈ പ്രസ്ഥാനമായി ബന്ധമുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞത്. അതല്ലാതെ ഒരു വായനയോ ഒരു തരത്തിലുമുള്ള ഒരു നവോന്മുഖ പ്രവർത്തനങ്ങളോ ഒരു മനഃശാസ്ത്രപരമായി ഇസ്ലാമിന്റെ അഖീദയെക്കുറിച്ച് പഠിക്കുന്ന ഒരു പഠന സംവിധാനമോ ദർസുകളില്ല എന്ന യാഥാർത്ഥ്യം ഈ ഇരിക്കുന്ന സലഫികൾ ഓർക്കേണ്ടതാണ്. അങ്ങനെ ഓർത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അയൽവാസിയോട്, നിങ്ങളുടെ കൂട്ടുകാരോട്, നിങ്ങളുടെ പള്ളികളിൽ ജുമാഅത്ത് പള്ളികളിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളോട് അവർക്ക് വേണ്ട ഒത്താശകൾ, വിചിന്തനവും അൽമനാറൊക്കെ അവർക്ക് കൊടുക്കാൻ തയ്യാറാകേണ്ടതാണ്, കണ്ണ് തെളിയാൻ. അതല്ലാതെ അവർക്ക് വായിക്കാനുള്ളത് ആസൂറ ബീവിയാണ്, അതല്ലെങ്കിൽ നഫീസത്തുൽ മിസ്രിയ എന്ന് പറയുന്ന മിത്തുകളാണ്. അങ്ങനെയുള്ള ഇബ്രാഹിമിന് അധികം എന്ന് പറയപ്പെടുന്ന കഥകളാണ്. ബാലരമ വായിക്കുന്ന ലാഘവത്തോടെ കുറെ മിത്ത് കഥകൾ വായിച്ചു പഠിക്കാനല്ലാതെ ഈ ജന്മത്തിൽ ഞങ്ങൾക്കും അവർക്കും ഒന്നും സാധിക്കുമായിരുന്നില്ല. നിങ്ങളുടെ ഇടപെടലുകളാണ് ഈ സത്യം മനസ്സിലാക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കിയത്. ഈ സത്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇതിനു വേണ്ടി എത്രമാത്രം ത്യാഗം സഹിക്കാനും ഞങ്ങൾ തയ്യാറായി രംഗത്ത് വരുന്നു. കാരണം ഇത്രയും കാലം ഞങ്ങൾ ചുമന്ന് നടന്നിരുന്നത് ഈ അബദ്ധങ്ങളായിരുന്നല്ലോ എന്നുള്ള ഒരു ചിന്ത ഞങ്ങളുടെ മനസ്സിനെ, അതുപോലെ ചെയ്തു കൂട്ടിപ്പോയ തെറ്റുകളെ, അതിന് പൊറുക്കലിനെ തേടാൻ, ആ പൊറുക്കൽ ഈ ദഅവത്ത് നടത്തിക്കൊണ്ട്, പരിഹാരം നടത്തിക്കൊണ്ട്, ആ പൊറുക്ക അള്ളാഹു പാവങ്ങൾ പുറത്തു തരുന്നതിന് വേണ്ടിയാണ് ഈ സത്യം ഞങ്ങളോട് വിളിച്ചു പറയുന്നതിന് വേണ്ടി ഈ എറണാകുളത്ത് നിന്ന് ഇവിടെയും വരെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ സത്യം മനസ്സിലാക്കാൻ എവിടെയെല്ലാം സംവിധാനങ്ങൾ ഒരുക്കിയാലും അവിടെയെല്ലാം ഈ മറുപടി പറയാൻ ഞങ്ങൾ എത്തുന്നതാണ് ഇൻഷാ അല്ലാഹ്. അള്ളാഹു യഥാർത്ഥ തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ച് മരണപ്പെട്ടു പോകുന്ന മുത്തഖീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ, മുവഹ്ഹിദീങ്ങളിൽ പടച്ചവൻ നമ്മളെ എല്ലാവരെയും എത്തിക്കുമാറാകട്ടെ. നമ്മുടെ സഹോദരന്മാർക്കും ഈ തൗഹീദിന്റെ കൂടാരത്തിലേക്ക് വന്നു ചേരാൻ അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ ഈ സത്യം കാണിച്ചു തരുന്ന പണ്ഡിതന്മാർക്കും അള്ളാഹു ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
8 വർഷക്കാലം പള്ളി ദർസിൽ പഠിക്കുകയും ഉപരിപഠനാർത്ഥം ഡൽഹിയിലെ